ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു പെർഫ്യൂം ഗിഫ്റ്റായിട്ട് കിട്ടിയായിരുന്നു. ഞങ്ങളുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ നടത്തിയായിരുന്നു. അപ്പോൾ ഓണ ഫ്രണ്ടൊക്കെ സെലക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഓണ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് വന്നിരിക്കുന്നത് പെർഫ്യൂമിൻ്റെ ഗിഫ്റ്റായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ആണ് എനിക്ക് കിട്ടി. ഫസ്റ്റ് ടൈമാണ് ബെല്ല വിറ്റയുടെ പെർഫ്യൂം യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്കിപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരു അഡിക്ഷനാണ്. ഓരോ ടൈമിൽ എനിക്ക് ഓരോ അഡിക്ഷൻ ആയിരിക്കും. കുറേ വർഷം കൊണ്ട് എനിക്ക് വാച്ചിനോടായിരുന്നു അഡിക്ഷൻ. ഓരോ വാച്ച് വാങ്ങിക്കുക അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ഡ്രസ്സിനോട് അഡിക്ഷൻ വന്നു. ഇപ്പം എനിക്ക് ഡ്രസ്സിനോട് അത്ര വലിയ അഡിക്ഷനൊന്നുമില്ല. പിന്നെ അതിനുശേഷം ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത് അഡിക്ഷൻ വന്നു. ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത് ഇപ്പോഴും അഡിക്ഷൻ ഉണ്ട്. അത് ലിപ്സ്റ്റിക്കിനോട് അഡിക്ഷൻ ഇല്ലാത്ത പെൺപിള്ളേർ ഉണ്ടാവില്ലല്ലോ. ഇപ്പം എനിക്ക് റീസെൻ്റ്ലി അഡിക്ഷൻ വന്നേക്കുന്നത് പെർഫ്യൂം, അത്തർ, ഊത് ഇതിനോടൊക്കെയാണ് എനിക്ക് റീസെൻ്റ്ലി വന്ന അഡിക്ഷൻസ്. അപ്പം ബെല്ല വിറ്റയുടെ ഗിഫ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തായാലും എനിക്ക് ഗിഫ്റ്റ് തന്ന ആളോട് ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പലരും ഇങ്ങനെ ബെല്ല വിറ്റയുടെ അൺബോക്സിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും എനിക്കൊന്ന് വാങ്ങിക്കണം എന്ന്. പിന്നെ ഞാനങ്ങ് വിട്ടുപോയി. അങ്ങനെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതായതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നല്ലോ ഇത്. അതാണല്ലോ ഗിഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആരെങ്കിലും ഗിഫ്റ്റായിട്ട് തരുമ്പോഴാണ്. ഗിഫ്റ്റ് കിട്ടുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് അവർക്കും സന്തോഷം ഉണ്ടാവുക. എനിക്കിങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നതിലും വാങ്ങിക്കുന്നതിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നല്ല ക്യൂട്ട് പാക്കേജിങ്. 4 പെർഫ്യൂം സെറ്റായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ 2 മെൻസിൻ്റെ ഫ്ലേവറാണ്, പിന്നെ 2 വുമൻസിൻ്റെതുമാണ്. ഇത് യൂണിസെക്സ് പെർഫ്യൂമാണ്. അപ്പം ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ബോത്ത് ജെൻഡറിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വാവ്, കാണുന്നില്ലേ? ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് വൈറ്റ് ഊത് എന്നാണ് ഇതിൻ്റെ ഫ്ലേവറിൻ്റെ പേര് വരുന്നത് കേട്ടോ. വൈറ്റ് ഊത് ഇതെന്താണോ, ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ വൈറ്റ് ഊത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സ്മെല്ലിപ്പോൾ എന്താ പറയേണ്ടത് മനസ്സിലാകുന്നില്ല. നല്ല ഫ്ലോറൽ സ്മെല്ലാട്ടോ. ഇഷ്ടായി. അടുത്ത് നോക്കാം. അടുത്തത് ഹണി ഊതാണ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹണി ഊത് ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. മണത്തോണ്ടിരിക്കുന്നു. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നു. ഇഷ്ടമായി. എനിക്കെല്ലാം ഇഷ്ടമായിട്ടോ. അടുത്ത് നോക്കാം. അടുത്തത് ബെല്ല വിറ്റയുടെ ഫ്രഷ് യൂണിസെക്സ്. ഇത് മെൻസിൻ്റെ കേട്ടോ. ആ ഒരു സ്മെല്ല് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കുറച്ചൊന്ന് മൈൽഡല്ല, കുറച്ചൊന്നും കൂടെ ഇങ്ങനെ അങ്ങ് കയറിപ്പോകുന്നൊരു സ്മെല്ലില്ലേ, അതാണ്. പക്ഷെ കൊള്ളാം, ഇഷ്ടമായി. ഞാൻ എന്തായാലും യൂസ് ചെയ്യും. അടുത്തത് സ്കേ അക്വാറ്റിക്. നല്ല കളറല്ലേ ഈ ബോട്ടിലിൻ്റെ. ഇത് ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ക്യൂട്ട്. ഇത് നമ്മളുടെ കുറച്ച് ഹെവി ആയിട്ടുള്ള സ്മെല്ലാണ്. കുറച്ച് മൈൽഡല്ല, ഫ്ലോറൽ ഒന്നുമല്ല. നമ്മൾ മെൻസിൻ്റെ പെർഫ്യൂമിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് തോന്നുന്നത്. എനിക്കിഷ്ടമായി നമ്മളെ ലേഡീസിൻ്റെ ഈ 2 പെർഫ്യൂം തന്നെയാണ്.
ഈ ഹണിയും വൈറ്റും തന്നെയാണ് എനിക്ക് ഇഷ്ടമായത്. എനിക്കിത് പ്രൈസ് 649 റുപ്പീസാണ്. നമ്മളിപ്പം ഡയറക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 649 റുപ്പീസിന് കിട്ടും. ഓൺലൈനിലാണെങ്കിൽ 599 നമുക്കിത് കിട്ടും. ഇത് യൂണിസെക്സ് ആയതുകൊണ്ട് തന്നെ 2 ഫ്ലേവർ ലേഡീസിനും 2 ഫ്ലേവർ മെൻസിനുമാണ് ഉള്ളത്. അപ്പം സ്കേ അക്വാറ്റിക് എന്ന് പറയുന്നത് യൂണിസെക്സ് കൊളാജൻ, ദാറ്റ് ഈസ് ബോത്ത് സബ്റ്റിൽ ആൻഡ് ചാമി. നെക്സ്റ്റ് ഫ്രഷ് യൂണിസെക്സ് എന്ന് പറയുന്നത് മെന്നിൻ്റെ ആണ്. ഗെറ്റ് റെഡി ടു ടേക്ക് ഓൺ ദ ഡേ വിത്ത് എ ബേസ്റ്റ് ഓഫ് എനർജി. അതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഹണിയോ അത് നമ്മളെ ലേഡീസിൻ്റെതാണ്. ലിങ്കറിങ് സ്വീറ്റ്നെസ് ദാറ്റ് ലാസ്റ്റ് ഓൾ ഡേ. അത് ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു മൈൽഡായിട്ടുള്ള സ്വീറ്റായിട്ടുള്ള സ്മെല്ലായിരുന്നു. ദെൻ വൈറ്റ് ടൂത്ത് പറഞ്ഞത് ഈ ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ഓഫ് ഓൾ തിങ്സ് സ്വീറ്റ് ആൻഡ് സ്പൈസ്. അതാണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഗിഫ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. നല്ല പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ഡിയറസ്റ്റ് വണ്ണിന് വേണ്ടിയിട്ടും ഇതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ബെല്ല വീറ്റയുടെ പല ബ്രാൻഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ ഇതുപോലത്തെ നല്ല ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡും റിഫ്രഷ് ചെയ്യും, കിട്ടുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നും, നമ്മൾ ഹാപ്പിയാവും, അവരും ഹാപ്പിയാവും. അപ്പോൾ ഇതുപോലത്തെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാം. ഇതൊരു സ്പോൺസേഡ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഞാൻ എന്തായാലും ഇത് അൺബോക്സിങ് ചെയ്യണം, ഞാൻ എന്തായാലും ഇതിൻ്റെ സ്മെല്ല് ടെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് എനിക്കതൊരു വീഡിയോ ആക്കി കൂടാം, അതുകൊണ്ട് ഞാനത് വീഡിയോ ഒക്കെ ചെയ്തേട്ടോ.